NMC റെഗുലേഷൻസ് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്തിന് ഗവൺമെൻറ് 2021 ഇങ്ങനെ ഒരു റെഗുലേഷൻസ് പുറത്തിറക്കി എന്നുള്ളതിനെ കുറിച്ചിട്ട് മനസ്സിലാക്കണം. പൊതുവെയുള്ള ഒരു സംസാരം, ഇത് ഇന്ത്യയിലെ മെഡിക്കൽ കോളേജുകളിലെ സീറ്റ് ലാപ്സായി പോയി, അതല്ലെങ്കിൽ ഫില്ലാവുന്നില്ല, ഒരുപാട് പേര് വിദേശത്തേക്ക് മെഡിസിൻ പഠിക്കാൻ പോകുന്നുണ്ട്, അതിന് വേണ്ടിയിട്ട് പോകുന്ന നമ്പേഴ്സ് കുറക്കാനായിട്ടാണ് ഇങ്ങനെ ഒരു നിയമം ഇറക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് പൊതുവെ സംസാരം. ഒരു പരിധി വരെ അത് ശരിയാണ്. പക്ഷെ ഇതിൻ്റെ വേറൊരു വശം നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2019-20 കാലഘട്ടത്തിലാണ് MCA എന്ന് പറയുന്ന ഓർഗനൈസേഷൻ മാറിയിട്ട് NMC ആവുന്നത്. NMC റൂളുകൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ തീർച്ചയായിട്ടും എന്തുകൊണ്ട് ഇങ്ങനെ റൂൾ വന്നു എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. ഒരുപാട് രാജ്യങ്ങളിൽ എസ്പെഷ്യലി നോർത്ത് ഇന്ത്യൻ ഏജന്റുമാർ ഒരുപാട് സ്റ്റുഡൻസിനെ കൊണ്ടുപോയി പെടുത്തുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ MCAയുടെ കാലഘട്ടത്തിൽ ഒരു പർട്ടിക്കുലർ ലിസ്റ്റ് ഓഫ് യൂണിവേഴ്സിറ്റീസ് ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇത്ര യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിക്കാം, ഇതൊക്കെ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ ലിസ്റ്റ് ചെയ്തിട്ടുള്ള യൂണിവേഴ്സിറ്റികളാണെന്ന് പറഞ്ഞിട്ട് കുറേ യൂണിവേഴ്സിറ്റികൾ ഉണ്ടായിരുന്നു. അതിലില്ലാത്ത യൂണിവേഴ്സിറ്റികളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവരെ പോയിട്ട് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അതും ഒരുപാട് നമ്പർ. രണ്ടാമത്തെ കാര്യം, ബൈലിംഗ്വലായിട്ട് പഠിപ്പിക്കുന്ന യൂണിവേഴ്സിറ്റിയിൽ ഇവരെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ബൈലിംഗ്വൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇംഗ്ലീഷിലല്ല ഫുള്ളി, റൈറ്റ്, ഇറ്റ്സ് 50-50 മേ ബി. അവരുടെ ലോക്കൽ ഏത് രാജ്യത്താണോ പഠിക്കുന്നത് അവരുടെ ലോക്കൽ ലാംഗ്വേജിലും അതുപോലെ തന്നെ ഇംഗ്ലീഷിലും. പക്ഷേ യൂഷ്വലി അത് അവരുടെ ലോക്കൽ ലാംഗ്വേജിലാവാനാണ് പതിവ്. അപ്പോൾ ഇത് എന്ത് ചെയ്യുന്നില്ല, ഇന്ത്യൻ ഗവൺമെൻറ് അംഗീകരിക്കുന്നില്ല ബൈലിംഗ്വൽ പ്രോഗ്രാം, റൈറ്റ്. അങ്ങനെ ഒരുപാട് കംപ്ലയിൻറ്റ്സ് ഇന്ത്യൻ എംബസി അതുപോലെ തന്നെ കോൺസുലേറ്റ് വഴി മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിനെത്തുകയും അവർ അതിനെക്കുറിച്ചൊരു പഠനം നടത്തുകയും അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയിട്ടാണ് ഇങ്ങനൊരു റെഗുലേഷൻസ് വന്നിട്ടുള്ളത്. പുറത്ത് പോയി പഠിക്കുന്ന MBBS പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് തീർച്ചയായിട്ടും അതൊരു ക്വാളിറ്റി അവർക്ക് വേണം എന്നുള്ളത് ഉറപ്പുവരുത്താനായിട്ടാണ് ഇങ്ങനെ റൂൾ പുറത്തിറക്കിയിട്ടുള്ളത്.